LDF BJPക്ക് വോട്ട് മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ദേശീയ നയമില്ലാത്ത ഇടതു മുന്നണിയെ കേരളത്തിൽ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുരളീധരൻ. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള UDF MPമാർ കേരളത്തോട് ശത്രുതാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരിക്കൽ പോലും MPമാർ ശ്രമിച്ചില്ലെന്നും മന്ത്രി. SSLC പരീക്ഷ സമാപിച്ചു. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളായി. മെയ് 2-ാം വാരം ഫലം പ്രഖ്യാപിക്കും. ചേലക്കര മണ്ണാത്തിപ്പാറയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴി വീട്ടിൽ ഷൈന്റെ 25ഓളം പൂവൻ വാഴകളാണ് നശിപ്പിച്ചത്. സംസ്ഥാനത്ത് കൊടും ചൂടിനായ വില. വ്യാഴാഴ്ച വരെ തൃശൂരടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. വിശദമായ വാർത്തയിലേക്ക്. LDF BJPക്ക് വോട്ട് മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. ലീഡർ കെ കരുണാകരന്റെ പത്നി കല്യാണിക്കുട്ടിയമ്മയുടെ 31ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂങ്ങുന്ന മുരളി മന്ദിരത്തിലെ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. എന്ത് ഡീൽ നടന്നാലും കേരളത്തിൽ 20-ൽ 20 സീറ്റും UDF വിജയിക്കും. ജനങ്ങൾ UDFനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷത്തിന് നിലപാടില്ലാത്തതുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യശത്രുവായി കാണുന്നത്. ദേശീയ നയമില്ലാത്ത ഇടതു മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കാണും. രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ത്രിപുരയിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുന്നു. ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് ആകെ ഒരു സീറ്റ് മറ്റ് കക്ഷികൾക്ക് വിട്ടുകൊടുത്തത് CPM-നാണ്. ആ സീറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ CPM കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം പ്രസംഗിക്കുന്നത്. ഇവർ പറയുന്നത് കോൺഗ്രസിന് മൃദു ഹിന്ദുത്വം എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാ രാജസ്ഥാനിൽ കോൺഗ്രസ്സായിട്ട് കൂട്ടുകൂടുന്നതിനാ? ഇവർക്കൊരു നയവുമില്ല. ഇത് ലോക്സഭയിലേക്ക് ഇലക്ഷനാണ്, പഞ്ചായത്തിലേക്കുള്ളതല്ല. അതുകൊണ്ട് ഒരു ദേശീയ നയമില്ലാത്ത മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പിണറായി വിജയന് നരേന്ദ്രമോദി എന്നൊരു വാചകം ഇന്ന് വരാനാവുന്ന വീണിട്ടില്ല. എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയോട് ആ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നതിന് പകരം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ സ്വന്തം കുടുംബം അകത്താവുന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത്. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF MPമാർ കേരളത്തോട് ശത്രുതാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരിക്കൽ പോലും അവർ ശ്രമിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പെരിഞ്ഞനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന VK ഗോപാലന്റെ 40ാം രക്തസാക്ഷിത്വ ദിനാചരണ സമ്മേളനം പെരിഞ്ഞനം സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏരിയ കമ്മിറ്റി അംഗം TK രാജു അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രസിഡന്റ് പദവിയല്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രതിനിധി നേതൃത്വം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, PM മുഹമ്മദ്, ഷീജ ബാബു, KK ആബിദ് അലി എന്നിവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കൊറ്റംകുളത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകളടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി 30ാമത് രക്തസാക്ഷി വാർഷിക ദിനാചരണത്തിന്റെ സമാപനം കുറിച്ചു. വിദ്യാഭ്യാസ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലത്തിന് വീട് നൽകി ഈ വർഷത്തെ SSLC പരീക്ഷകൾ അവസാനിച്ചു. പരീക്ഷാ ചൂടിന്റെ പിരിമുറുക്കം അവസാനിച്ചതിലെ ആഹ്ലാദവും വിട പറയലിന്റെ നൊമ്പരങ്ങളും സ്കൂളിനോടുള്ള ഇഷ്ടവും പങ്കിട്ട വിദ്യാർത്ഥികൾ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 ഒടുവിലത്തെ SSLC പരീക്ഷയായ സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയത്. കഴിഞ്ഞ നാളുകളിലെ ഗൃഹാതുരതയാർന്ന ഓർമ്മകളും ഒഴിവുകാലത്തിന്റെ ആവേശവും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഇടകലരുന്ന ഇടവേളയാണ് ഇനി. ടീച്ചർമാരൊക്കെ ഞങ്ങളെ സ്റ്റാർട്ടിങ് തൊട്ട് നന്നായി മോൾഡ് ആക്കിയിട്ട് നല്ല എളുപ്പത്തിൽ എഴുതാനായിട്ട് സഹായിച്ചു. നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് എല്ലാ എക്സാമും എഴുതിയത്. ഇനിയും ഞങ്ങളൊരു ജീവിതത്തിൽ നന്നായി ജയിക്കാനായിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾ നന്നായി ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ പരീക്ഷയും നല്ല എളുപ്പമുണ്ടായിരുന്നു. ടീച്ചർമാരെ നല്ല സപ്പോർട്ടും ഞങ്ങൾക്ക് നല്ല ആനുകൂല്യമായിട്ടും തോന്നുന്നുണ്ടായിരുന്നു. സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മളെ പൊതുവെ പഠിപ്പിക്കും അവരിങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിങ്ങനെ നടക്കൽ തന്നെയായിരുന്നു. പക്ഷേ എക്സാമിന് ബുദ്ധിമുട്ടൊന്നും വരുത്തിയില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ കുറേ മിസ് ചെയ്യും. മറ്റെല്ലാ വിനോദ പരിപാടികളും ഒഴിവാക്കിയായിരുന്നു 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷയൊരുക്കം. ഇനി അതെല്ലാം തിരിച്ചുപിടിക്കാനുള്ള നാളുകൾ.
വെക്കേഷന് പൊതുവെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാറാണ് പതിവ്. ഇവരൊക്കെ തന്നെ ഇവരുടെ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം തന്നെയാണ് മെയിനായിട്ട്. കാവടി പൂരം ആഘോഷം. ഇക്കൊല്ലം ഒരു പൂരത്തിനും പോയിട്ടില്ല, ഒരു സിനിമയ്ക്കും പോയിട്ടില്ല. ഇന്ന് വൈകിട്ടോട്ട് സിനിമയ്ക്ക് പോയി തുടങ്ങും. ഹ്രസ്വകാല കോഴ്സുകൾ ഏതെങ്കിലും പഠിക്കണം, കൂട്ടുകാരുടെ വീടുകളിലേക്ക് പോകണം, സിനിമകൾ കാണണം, പൂരവും പെരുന്നാളും ഉത്സവങ്ങളും ആഘോഷിച്ച് വിനോദയാത്രകൾ പോയി അടിച്ചു പൊളിക്കണം. ശരിക്കും ഈ സ്കൂളിലേക്ക് വന്നപ്പോഴാണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയില്ലേ. പണ്ടത്തെ സ്കൂളിൽ ഞാൻ ഭയങ്കര മണ്ടത്തിയുടെ പോലെയായിരുന്നു, പഠിക്കുക മൊത്തം ചെയ്ത്. ഇവിടെ പക്ഷേ ഭയങ്കര കോമഡി ആയിട്ട് എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് പൊളിയായിരുന്നു സത്യം. പൊതുവെ മാത്സും ബയോളജിയും ഒക്കെയാണ് ഇത്തിരി കുഴപ്പിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ സോഷ്യലി നമുക്ക് എല്ലാ കൊല്ലത്തെയും പോലെ അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ പോയി. ഞങ്ങൾ എപ്പോഴാണ് കാണാമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. 3 വർഷം ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. വിദ്യാലയവും അധ്യാപകരും കുട്ടികൾക്ക് എന്നെന്നും നന്ദി നിറഞ്ഞ ഓർമ്മകളാണ്, ആവേശവും. +1 പഠിച്ച സ്കൂളിലേക്ക് തന്നെ വരണമെന്നാണ് ചിലരുടെ ഇഷ്ടം. ഞാൻ 5 തൊട്ട് ഇവിടെ പഠിച്ചത് പൊളിയായിരുന്നു. സ്കൂൾ ലൈഫ് ഞാൻ LKG തൊട്ട് 10 വരെ 12 വർഷക്കാലം പഠിച്ചു. ഇനിയും ഈ അടുത്ത കൊല്ലം 2 കൊല്ലം ഇവിടെ തന്നെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയും എന്താ പറയുക, ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടായാലും ഈ സ്കൂളിൻ്റെ ഒരു വൈബ് വേറെ എവിടെയും കിട്ടില്ല. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം തുടങ്ങിയ പതിവ് ആഗ്രഹങ്ങൾക്ക് പകരം നല്ല കോഴ്സുകൾ മനസ്സിലാക്കി തിരഞ്ഞെടുക്കണമെന്ന ചിന്ത ചിലർ പങ്കുവച്ചു. ഒഴിവുകാലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നേക്കാളും നമ്മൾ ഇത്ര നാളും പഠിച്ച ഈ ഒരു സ്കൂൾ വിട്ടിറങ്ങുമ്പോഴുള്ള വേദനയാണ് കൂടുതൽ. അതുകൊണ്ട് ഒഴിവുകാലത്തിനെ കുറിച്ചുള്ള ചിന്തകളെക്കാളും ഈ സ്കൂളിൽ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഒരു അമ്മമാരുടെ പോലെ ഫുൾ ടൈം ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഞങ്ങൾക്ക് ക്ലാസ്സുകളുണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് എക്സാമിന് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ ഇന്നലെയൊക്കെ രാത്രി ടീച്ചർ മെസ്സേജ് അയച്ചതിന് ഒരു കണക്കില്ല. കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് രാത്രി വെച്ചാലും ടീച്ചറും എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോന്ന് വെച്ച് പിന്നാലെ നടക്കായിരുന്നു. അതുകൊണ്ട് എക്സാംസ് ഒക്കെ നല്ല എളുപ്പമായിരുന്നു. ഏതാനും വിദ്യാർത്ഥികൾ പരസ്പരം വസ്ത്രങ്ങളിൽ എഴുതുകയും വരയ്ക്കുകയും ചെയ്തത് ഒഴിവാക്കിയാൽ പതിവ് വിടവാങ്ങൽ ആഘോഷങ്ങളൊന്നും അരങ്ങേറിയില്ല. സ്കൂളുകളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് കർശനമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരുന്നതിനാൽ പരീക്ഷ തീരും മുൻപേ രക്ഷിതാക്കൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി സ്കൂൾ അങ്കണത്തിലെത്തിയിരുന്നു. മിക്ക സ്കൂളുകളിലും പോലീസ് സാന്നിധ്യവും ദൃശ്യമായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. SSLC പരീക്ഷാ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 ആരംഭിക്കും. 2 ഘട്ടങ്ങളായാണ് ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുക. മൂല്യനിർണ്ണയം 20 അവസാനിക്കും. മെയ് 2-ാം വാരം ഫലം പ്രഖ്യാപിക്കും. 70 ക്യാമ്പുകളിലായി 10,000-ഓളം അധ്യാപകർ SSLC മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കും. ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ അവസാനിക്കും. 77 ക്യാമ്പുകളിലായി ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയവും നടക്കും. 8 ക്യാമ്പുകളിലായി 22,000 അധ്യാപകർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കും. ഇത്തവണ റെഗുലർ വിഭാഗത്തിൽ 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ചേലക്കര മണ്ണാത്തിപ്പാറയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴി വീട്ടിൽ ഷൈന്റെ 25ഓളം പൂവൻ വാഴകളാണ് നശിപ്പിച്ചത്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപന്നികളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണെന്നും കൃഷി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കർഷകർ പറയുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നതിനാൽ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് കഴിയുന്നത്. കാട്ടാന ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ആന വന്നത് ഒരു വലിയ ആനയുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെ കുട്ടികളായിരുന്നു. ഞാൻ കണ്ടില്ല, അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറച്ച് നിന്നിരുന്ന പൂവൻവാഴകളായിരുന്നു. ഒരു 15ഓളം വാഴകൾ, പിന്നെ കുറച്ച് വാഴയും പോയി. പിന്നെ അത് കൂടാതെ ഒരു 10 വാഴകൾ പോയിട്ടുണ്ട്. ഇതിന് തൊട്ടുമുമ്പ് കപ്പയായിരുന്നു. അത് പന്നിയുടെ ശല്യം നമുക്ക് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ആനയുടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക്, അതായത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശാശ്വതമായൊരു പരിഹാരം നമ്മുടെ പിന്നെ ഏത് ഇതാണോ, കേന്ദ്രമാണോ കേരളമാണോ എവിടെ നിന്നാണെന്നറിയാം, നമുക്കത് കൃത്യമായിട്ട് നമുക്ക് പരിഹരിച്ചു തരേണ്ടതാണ്. കാരണം പന്നിശല്യം വളരെ കൂടുതലാണ്, നമുക്ക് നിയന്ത്രിച്ചു കിട്ടുന്നത്. ഇതിന് തൊട്ടുമുമ്പ് കഴിഞ്ഞ സംസ്ഥാനത്ത് കൊടും ചൂടിന് അയവില്ല. വ്യാഴാഴ്ച വരെ 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൃശൂർ, കൊല്ലം, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. വ്യാഴാഴ്ച വരെ തൃശൂർ ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താനിടയുണ്ട്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും കോട്ടയം ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും എത്തും. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണിത്. പകൽ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും അറിയിപ്പുണ്ട്.
ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ TN സരസു മത്സരിക്കും. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം സ്വദേശിനിയാണ്. BJP ദേശീയ നേതൃത്വമാണ് ഇന്നലെ രാത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ വിവിധ സർക്കാർ കോളേജുകളിൽ ദീർഘകാലം അധ്യാപികയായിരുന്നു. 2016 മാർച്ചിലാണ് വിരമിച്ചത്. 2019 ഇവർ BJPയിൽ അംഗത്വമെടുത്ത് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. A ക്ലാസ് മണ്ഡലം പോലെ പ്രധാനമാണ് NDAക്ക് ആലത്തൂർ മണ്ഡലമെന്നും മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ മണ്ഡലത്തിലെ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും ഡോക്ടർ TN സരസു പറഞ്ഞു. സിറ്റിംഗ് MP രമ്യ ഹരിദാസാണ് ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി മന്ത്രി K രാധാകൃഷ്ണൻ മത്സര രംഗത്തെത്തിയതോടെ ആലത്തൂരിൽ ശക്തമായ പോരാട്ടമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കുന്നംകുളം മേഖലയിൽ പര്യടനം നടത്തി. വിവിധ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കുന്നംകുളം മേഖലയിലെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ സഹപ്രവർത്തകരോടൊപ്പം ആദ്യം സന്ദർശനം നടത്തിയത്. AC മൊയ്തീൻ MLA, ഇടതുമുന്നണി നേതാക്കളായ MN സത്യൻ, PG ജയപ്രകാശ്, KA അസീസ്, GK ജിന്നി, PM സുരേഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കുന്നംകുളം സൌത്ത് മേഖലയിലെത്തിയ സ്ഥാനാർത്ഥി രക്തസാക്ഷി സുബ്രഹ്മണ്യന്റെ ഭവനത്തിൽ സന്ദർശനം നടത്തിയ ശേഷം ഇഞ്ചിക്കുന്ന് ജമാഅത്തെ പള്ളി, ആർത്താറ്റ്, സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി എന്നിവിടങ്ങളിലും സന്ദർശനം നടത്തി. NDA നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ BJP ദേശീയ കൌൺസിൽ അംഗം ശ്രീനഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു. NDA തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പുഷ്പഹാരം ചാർത്തി സ്വീകരിച്ചു. NDA തിരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളുടെ ഓഡിയോ ലോഞ്ചിംഗ് സുരേഷ് ഗോപി നിർവഹിച്ചു. NDA നാട്ടിക നിയോജക മണ്ഡലം പ്രഭാരി PK ബാബു അധ്യക്ഷത വഹിച്ചു. സാധിച്ചാൽ തൃശൂർ ജില്ലയ്ക്ക് അതുവഴി കേരളത്തിന് മുഴുവൻ അനുഗ്രഹമാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇടതുപക്ഷ കർഷക തൊഴിലാളി മണലൂർ മണ്ഡലം കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. LDF മണലൂർ മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, മണലൂർ മണ്ഡലം ചെയർമാൻ VR മനോജ്, KA വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. പല രോഗങ്ങൾക്കും അടിമപ്പെട്ട ആളുകൾ. UDF മാള കുഴൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷനായി. UDF സ്ഥാനാർത്ഥി ബെന്നി ബഹനാൻ സന്നിഹിതനായിരുന്നു. തോളൂരിൽ ആലത്തൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷൻ നടന്നു. മുൻ MLA TV ചന്ദ്രമോഹൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തോളൂർ മണ്ഡലം UDF ചെയർമാൻ KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പോളിംഗ് ബൂത്തുകളിലെ ക്രമീകരണങ്ങൾക്കും മാറ്റത്തിന്റെ കാറ്റ് കടന്നുവന്നപ്പോൾ വോട്ടിംഗ് മെഷീനുകളിൽ നിന്നുയരുന്ന ബീപ് ശബ്ദത്തിന് കാതോർക്കുകയാണ് വർത്തമാന കാലഘട്ടത്തിൽ വോട്ടർമാർ. എന്നാൽ തെക്കുംകര വാഴാനി വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി കൂടിയായ TV സുരേഷിന്റെ കയ്യിലൊരു പഴയ വോട്ടർ പെട്ടിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒട്ടേറെ ചരിത്രകഥ പറയുന്ന പൊന്നുപോലൊരു ബാലറ്റ് പെട്ടി. പൂർവികമായി കൈമാറിക്കെട്ടിയ പഴയ തലമുറയിലെ ബാലറ്റ് പെട്ടി ഇന്നും നിധി പോലെ കാത്തുസൂക്ഷിക്കുകയാണ് സുരേഷ്. പിതാവ് വേലുവാണ് വർഷങ്ങൾക്ക് മുൻപ് ഈ പെട്ടി സുരേഷിന് കൈമാറിയത്. 2001 വേലു മരണമടഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരുന്ന പിതാവിന്റെ ഓർമ്മകളും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പഴമയുടെ ഗന്ധവുമുള്ള പെട്ടി സുരേഷിന് ഏറെ പ്രിയപ്പെട്ടതാണ്. താൻ ജനിക്കുന്നതിനും എത്രയോ മുൻപ് രൂപം കൊണ്ട ഏറെ പ്രായമുള്ള അപ്പൂപ്പൻ പെട്ടിയാണ് ഇതെന്ന് ഇദ്ദേഹം പറയുന്നു. പഴയകാലത്തെ ഒട്ടും പെട്ടിയാണ്. ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിക്കുന്നു. വളരെ ഭംഗിയോടുകൂടി സൂക്ഷിക്കുന്നു. ഇലക്ഷനൊക്കെ വരുമ്പോൾ ആ പെട്ടീനെ ഓർമ്മ വരും. 1957 കാലഘട്ടത്തിൽ പൂർണ്ണമായും മരത്തിൽ തീർത്ത ബാലറ്റ് പെട്ടി പുതുതലമുറയ്ക്ക് ഏറെ കൗതുകമുണർത്തുന്നതാണ്. ആധുനിക യുഗത്തിൽ ഉള്ളതിനേക്കാൾ എത്ര ശ്രമകരമായിരുന്നു പഴയ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വോട്ട് പെട്ടി. കാലപ്പഴക്കം മൂലം പെട്ടി നശിക്കാതിരിക്കാൻ ചെറിയ മിനുക്ക് പണികൾ നടത്തിയിട്ടുണ്ട്. പെട്ടിക്കൊപ്പം അച്ഛൻ പറഞ്ഞു തന്ന അത്ര തന്നെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെരഞ്ഞെടുപ്പ് കാല ഓർമ്മകളും മനസ്സിൽ സൂക്ഷിക്കുകയാണ് സുരേഷ്. പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പഴമയുടെ കഥകളുമായി വാടാനിയിലെ വോട്ട് പെട്ടിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശ്രദ്ധ നേടുകയാണ്. TCV വടക്കാഞ്ചേരി.
ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ചന്ദ്രാപിനി സെന്റർ, CV സെന്റർ, പുളിഞ്ചോട്, എടത്തിരുത്തി, കയ്പമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലും പര്യടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. UDF ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ AC മൊയ്തുട്ടി, നേതാക്കളായ അനിൽ TK, ശിവശങ്കരൻ, ജയശങ്കർ, സ്വപ്ന രാമചന്ദ്രൻ, അക്ബർ അലി, സലാം വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്ങാനല്ലൂർ സ്വദേശികളായ ജിഷ്ണു, ജിബിൻ, അനസ്, അജ്മൽ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വേല ദിവസം ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് ചേലക്കര തൊഴുപാടം റോഡിൽ വെച്ച് വെങ്ങാനല്ലൂർ സ്വദേശിയായ യുവാവിനെ പ്രതികൾ മാരകമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ടിപ്പർ വാഹനങ്ങളിൽ അധിക ഭാരം കയറ്റുന്നത് തടയാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള ടോറസ് ടിപ്പർ അസോസിയേഷൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. 2011 സർക്കാർ ഉത്തരവ് പ്രകാരം ഖനന വസ്തുക്കൾ കയറ്റുന്ന സ്ഥലത്ത് പരിശോധന നടത്തണം എന്നതാണ്. എന്നാൽ ഇതിനാവശ്യമായ വെയിങ് മെഷീനുകൾ ഭൂരിഭാഗം സ്ഥാപനങ്ങളിലോ ക്രഷറുകളിലോ ഇല്ല. ഇത് സ്ഥാപിക്കാൻ സർക്കാർ നടപടിയെടുത്താൽ അമിത ഭാരം കയറ്റുന്നത് ഒഴിവാക്കാൻ കഴിയും. എന്നാൽ സർക്കാരും ഉദ്യോഗസ്ഥരും വലിയ ക്വാറി മുതലാളിമാരുമായി ഒത്തുകളിച്ച് ഉത്തരവ് അട്ടിമറിക്കാൻ ഒത്താശ ചെയ്യുകയാണ്. ഇതാണ് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഇനിയും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും തങ്ങളുടെ വാഹനങ്ങളിൽ അമിത ഭാരം കയറ്റില്ലെന്നും മേഖലയിൽ നടപ്പിലാക്കേണ്ട നിയമം കർശനമായി പാലിക്കാൻ സർക്കാരും വകുപ്പും തയ്യാറാകണമെന്നും സംഘടന വ്യക്തമാക്കി. അല്ലാത്തപക്ഷം അനിശ്ചിതകാല സമരം അടക്കമുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരവാഹികളായ ജോൺസൺ പടമാടൻ, KH സിയാദ്, ഷിജു കാലായിൽ, ജോബി വർഗീസ്, VS സുബീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സാംസ്കാരിക കേരളത്തെ നാണം കെടുത്തിയും നിറത്തിന്റെ പേരിൽ കലാകാരന്മാരെ അധിക്ഷേപിക്കുകയും ചെയ്ത സത്യഭാമ കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ കലാപ്രകടനം നടത്തി. നൃത്ത അധ്യാപികയായ RLV നീരജ ഗൌരി ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരെ വംശീയ ഹത്യ നടത്തിയ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭിനയ ആവശ്യപ്പെട്ടു. പൊതുപ്രവർത്തകനായ MA കമറുദ്ദീൻ, നാടക പ്രവർത്തകൻ പോൾസൺ, സിനിമ മിമിക്രി ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നീരജ ഗൌരിയുടെ മോഹിനിയാട്ടവും അഭിനയ കലാസംഘത്തിലെ കലാകാരന്മാരായ സേതുലക്ഷ്മി, ആൽമറിൻ, ഹന്ന മരിയ, അർച്ചന, സുമേഷ് എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഷനോജിന്റെ അരിക്കൊമ്പൻ പ്രകടനവും അരങ്ങേറി. സംഘപരിവാർ ഫാസിസം രാജ്യത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്ന് നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി. ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയ്ക്കും ഭരണഘടനയ്ക്കും കനത്ത ഭീഷണികളാണ് സംഘപരിവാർ ഉയർത്തുന്നത്. പൌരത്വ ഭേദഗതി നിയമം, ഇലക്ട്രൽ ബോണ്ട് അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമത്തിലാണ് BJP എന്നും നാഷണൽ ലീഗ് കുറ്റപ്പെടുത്തി. പാർട്ടിയുടെ പുതിയ ജില്ലാ കമ്മിറ്റി ആസ്ഥാനമായ അബിക സ്മാരക നാഷണൽ ലീഗ് ഭവൻ നാളെ വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. INL 2 പിരിഞ്ഞാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതെങ്കിലും ഇരുവിഭാഗം ഇടതുമുന്നണിയിലാണുള്ളത്. പാർട്ടി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ചാലക്കുടി, വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഹൈറുദ്ദീസി തങ്ങൾ, ജനറൽ സെക്രട്ടറി ജംഷീർ അലി, ഓർഗനൈസിംഗ് സെക്രട്ടറി നൌഷാദ് കടപ്പുറം, സെക്രട്ടറി നസറുദ്ദീൻ മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓർമ്മകളിൽ ഇന്നസെന്റ് എന്ന പേരിൽ നാളെ ഇരിങ്ങാലക്കുട SNBS സമാജം ഹാളിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ചെയർപേഴ്സണും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ R. ബിന്ദു അറിയിച്ചു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ സത്യൻ അന്തിക്കാട്, കമൽ, VK ശ്രീരാമൻ, അശോകൻ ചെരുവിൽ, CBK തോമസ്, പ്രേംലാൽ, ഗായത്രി വർഷ, സിജി പ്രദീപ് എന്നിവർ പങ്കെടുക്കും. പ്രഭാഷണങ്ങൾ, വീഡിയോ പ്രദർശനം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്നസെന്റിന് സ്മാരകമായി ബോയ്സ് സ്കൂളിൽ ഓഡിറ്റോറിയം, പട്ടണത്തിൽ സാംസ്കാരിക സമുച്ചയം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംഘാടകരായ ഡോക്ടർ KP ജോർജ്, K. രാജേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സബ് കളക്ടർ ചമഞ്ഞ തട്ടിപ്പ് നടത്തിയെന്ന കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. പൊയ്യ വട്ടേക്കോട്ട സ്വദേശി കാട്ടാശ്ശേരി വീട്ടിൽ ഷഫീഖിനെയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ എൻ ആശ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടത്. 2016 കേസിനാസ്പദമായ സംഭവം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സമയത്ത് സബ് കളക്ടർ എന്ന ബോർഡും നീല ബീക്കൺ ലൈറ്റും ഘടിപ്പിച്ച കാറിലെത്തി തഹസിൽദാരുടെ ചേംബറിൽ ഔദ്യോഗിക കസാരയിൽ കയറിയിരുന്ന ഫയലുകൾ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയെന്നായിരുന്നു കേസ്. സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്ന് കണ്ടാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് CT വെങ്കടേശ്വരൻ ഹാജരായി. എടക്കുന്നേ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്രം വിളക്ക് ആഘോഷിച്ചു. ചുറ്റുവിളക്ക് ദീപാരാധനയ്ക്ക് ശേഷം ഒല്ലൂർ സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തോടെ നടന്ന എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 1 ആരംഭിച്ച പഞ്ചാരി മേളത്തിന് 150ഓളം കലാകാരന്മാർ അണിനിരന്നു. 4 മണിക്കൂർ ദൈർഘ്യമുള്ള എടക്കുന്നേ പഞ്ചാരി ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത്. ചക്കംകുളങ്ങര ശാസ്താവ്, ചിറ്റിച്ചാത്തക്കുളം ശാസ്താവ്, നാങ്കുളം ശാസ്താവ്, തൈക്കാട്ടുശ്ശേരി ഭഗവതി എന്നിവർ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന അപൂർവ നേട്ടം സ്വന്തമാക്കി അഞ്ചേരി സ്വദേശിനിയ 62കാരി. അഞ്ചേരി ജവഹർ റോഡ് പുത്തൻപുരയിൽ ആന്റണിയുടെ ഭാര്യയും റിട്ടയർഡ് LIC ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസാണ് വേമ്പനാട്ടുകായൽ നീന്തിക്കടന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. ആലപ്പുഴ പള്ളിപ്പുറം പഞ്ചായത്തിലെ അമ്പലക്കടവ് വടക്കുംകരയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയാണ് കുഞ്ഞമ്മ മാത്യൂസ് നീന്തിയത്. 7 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് കുഞ്ഞമ്മ മാത്യൂസ് നീന്തി കയറിയത്. തൃശൂർ എൻഡ്യൂറൻസ് അത്ലറ്റിക് ക്ലബിൽ അംഗമാണ് സൈക്കോളജിയിൽ ഡോക്ടറേറ്റുള്ള ഡോക്ടർ കുഞ്ഞമ്മ മാത്യൂസ്. കുമരനെല്ലൂർ ഗ്രാമീണ വായനശാല വയോജന വേദിയുടെ ആഭിമുഖ്യത്തിൽ കുമരനെല്ലൂർ പ്രദേശത്തെ വയോജനങ്ങളെയും ചുമട്ടുതൊഴിലാളികളെയും ആദരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ജൂലി ഷാജു അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ AD അജി, മല്ലിക സുരേഷ്, വായനശാല വൈസ് പ്രസിഡന്റ് AH അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ നാടിപ്പാറ പിറവി കലാ സാംസ്കാരിക വേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഡോക്ടർ അമൽ C രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ EH സഹീർ, വായനശാല സെക്രട്ടറി VS സുബീഷ്, പ്രസിഡന്റ് NS വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. വേലു ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി വീട്ടുമുറ്റ നാടകങ്ങൾക്ക് തുടക്കമായി. സുജിത് ചന്ദ്രശേഖരൻ രചനയും സംവിധാനവും നിർവഹിച്ച ഇന്നു മുതൽ ഇന്നലെ വരെ എന്ന ലഘു നാടകമാണ് വേലൂരിന്റെ വീട്ടുമുറ്റങ്ങൾ അരങ്ങുകളാക്കി അവതരണം നടത്തുന്നത്. വേലൂർ സൗഹൃദ നഗറിലെ വീട്ടുമുറ്റത്താണ് ആദ്യ അവതരണം നടന്നത്. മലയാളികളുടെ ജീവിത കാഴ്ചകൾ നർമ്മം നിറഞ്ഞ അവതരണത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ ഹർഷാരവത്തോടെയാണ് അവർ നാടകത്തെ ഏറ്റെടുത്തത്. ശ്രീരാമൻ, സുനിൽകുമാർ, സുബി, സുജിത, ചന്ദ്രശേഖരൻ എന്നിവരാണ് നാടകത്തിലെ അഭിനേതാക്കൾ. അണിയറയിൽ ആർട്ടിസ്റ്റ് KK മോഹൻ, അതുൽ കൃഷ്ണൻ എന്നിവർ പ്രവർത്തിച്ചു. ഗ്രാമകം പ്രവർത്തകരായ ജയശ്രീ, സുധീർ, രാജേഷ്, ശാകേഷ് എന്നിവർ നേതൃത്വം നൽകി. എന്റെ അടിയത്തി സുന്ദരിയാണ് ചേട്ടാ. പിന്നെ ഞാനിവിടെ പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ, സുശീൽ, ലോക്കൽ കമ്മിറ്റി അംഗം KK സുരേഷ് എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി നടന്ന ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു. ഭാഗവത പണ്ഡിതൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രാധാ നമ്പൂതിരിപ്പാട്, PI നാരായണൻ, ബിജു നാരായണൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത പാരായണം നടന്നത്. പാതിരാക്കുന്നത്ത് പ്രസാദ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സർപ്പബലിയുമുണ്ടായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധീകർമ്മങ്ങൾ ആരംഭിച്ചു. ചൊവ്വാഴ്ചയാണ് പ്രതിഷ്ഠാദിനം.
പെരുമ്പിലാവ് സെന്ററിലെയും റോഡരികിലെയും പൊന്തക്കാടുകൾ വെട്ടിമാറ്റി തന്റെ സാമൂഹ്യ സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ രാജൻ കടവല്ലൂർ. തെങ്ങുകയറ്റ തൊഴിലാളിയായി ഇദ്ദേഹം ഒഴിവു സമയങ്ങളാണ് സാമൂഹ്യ സേവനത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ മാസം കുന്നംകുളം മുതൽ കടവല്ലൂർ പാടം വരെയുള്ള സൂചനാ ബോർഡുകളും റോഡരികിലെ ബാരിക്കേഡുകളും കഴുകി വൃത്തിയാക്കിയിരുന്നു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹ മഠത്തിൽ പകുനി ഉത്രം പ്രമാണിച്ച് സുരേഷ് വാദ്യാരുടെ നേതൃത്വത്തിൽ അയ്യപ്പ ലക്ഷാർച്ചന നടന്നു. സമൂഹം പ്രസിഡന്റ് പ്രൊഫസർ ദേവനാരായണൻ, കൃഷ്ണമൂർത്തി, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി അന്നദാനമുണ്ടായിരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 1986 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇഫ്താർ വിരുന്നും ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കോർഡിനേറ്റർ RK ഫിറോസ് അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ പങ്കെടുത്തവർക്കുള്ള ഫലവൃക്ഷ തൈ വിതരണത്തിന് ഉദ്ഘാടനം ജോയ് പീറ്റർ നിർവഹിച്ചു. ആശ, ബിജി, സാബു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ മണിമലർക്കാവിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പുലാക്കോട്ട് മണികണ്ഠന്റെ നേതൃത്വത്തിൽ മണിമലർക്കാവ് വാദ്യകലാ സമിതിയിലെ ശിഷ്യന്മാർ അവതരിപ്പിച്ച പാണ്ഡിമേളം അരങ്ങേറി. പൊങ്കാല സമർപ്പണത്തിന് ശേഷം പ്രസാദ ഊട്ടുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടിയൂർ പരമേശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. വേലൂർ വെങ്കിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് 108 കാഴ്ചപ്പറ സമർപ്പണം നടത്തി. ക്ഷേത്ര നടപ്പുരയിലാണ് കാഴ്ചപ്പറ ഒരുക്കിയത്. പുഷ്പങ്ങൾ, ധാന്യങ്ങൾ, പച്ചക്കറികൾ, നാണയങ്ങൾ, പൂജാദ്രവ്യങ്ങൾ എന്നിവ കൊണ്ടാണ് ഭക്തർ പറ നിറച്ചത്. കാഴ്ചപ്പറ കാണുവാനും നിരവധി ഭക്തർ ക്ഷേത്ര നടപ്പുരയിൽ എത്തിയിരുന്നു. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിലെ വനിതാ ദിന പക്ഷാചരണം എഴുത്തുകാരുടെ സംഗമവേദിയായി മാറി. നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെ ദേവസൂര്യയിൽ നടന്ന വനിതാ പക്ഷാചരണം എഴുത്തുകാരൻ ശ്രീജിത്ത് തൊണ്ടയാട്ട് ഉദ്ഘാടനം ചെയ്തു. കവിയത്രി ദേവുട്ടി ഗുരുവായൂർ അധ്യക്ഷയായി. കഥാകൃത്ത് സിസിലി ജോസ്, കവിയത്രി ഷിജി അനൂപ്, കവിയത്രി മിനി മോളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാലസാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ, ദേവസൂര്യ ജോയിന്റ് സെക്രട്ടറി ഗ്രീഷ്മ സുനിൽ, റിജി വിളക്കാട്ടുപാടം എന്നിവർ പങ്കെടുത്തു. റിമംബ്രൻസ് നാടക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വലച്ചിറയിലെ ജോസ് ചിറമേൽ നാടകദ്വീപിൽ സംഘടിപ്പിക്കുന്ന 2ാമത് കാർഷിക തിയേറ്റർ ഫെസ്റ്റിവലിന് ഞായറാഴ്ച തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി 21 നാടകങ്ങൾ അരങ്ങേറും. കൂടാതെ കുട്ടികളുടെ കാർഷിക തിയേറ്റർ ക്യാമ്പ്, കഥകളി, സീതാക്കളി, തോൽപ്പാവക്കൂത്ത്, നങ്ങ്യാർകൂത്ത്, നാടൻപാട്ട് തുടങ്ങി കലാവതരണങ്ങൾ, കാർഷിക പ്രദർശനശാലകൾ എന്നിവയും ഉണ്ടാകും. വല്ലച്ചിറ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 10 ദിവസങ്ങളായി നടക്കുന്ന കാർഷിക നാടകോത്സവം ഏപ്രിൽ 10-ന് സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ്, റിമംബ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് സ്ഥാപകനും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ശശിധരൻ നടുവിൽ, MK സനീഷ്, സുനിൽ മുപ്പിശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. LDF BJPക്ക് വോട്ട് മറിക്കുമെന്ന സംശയം എല്ലാ മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുവെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. ദേശീയ നയമില്ലാത്ത ഇടതുമുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് മുരളീധരൻ. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള UDF MPമാർ കേരളത്തോട് ശത്രുതാപരമായ നിലപാടുകളാണ് സ്വീകരിച്ചതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ്. കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഒരിക്കൽ പോലും MPമാർ ശ്രമിച്ചില്ലെന്ന് മന്ത്രി. SSLC പരീക്ഷ സമാപിച്ചു. മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളായി. മെയ് 2-ാം വാരം ഫലം പ്രഖ്യാപിക്കും. ചേലക്കര മണ്ണാത്തിപ്പാറയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മണ്ണാത്തിപ്പാറ പ്ലാക്കുഴി വീട്ടിൽ ഷൈന്റെ 25ഓളം പൂവൻ വാഴകളാണ് നശിപ്പിച്ചത്. സംസ്ഥാനത്ത് കൊടുംചൂടിനായ വില. വ്യാഴാഴ്ച വരെ തൃശൂരടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.